ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മോൾ അങ്ങോട്ട് വന്നാൽ ശരിയാവില്ല. പൃഥ്വിയുടെ വരുമ്പോ അഷി ഇവിടെ വേണ്ടേ മോളെ? എനിക്ക് അച്ഛനെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. ചെറിയച്ഛന് കുഴപ്പമൊന്നുമില്ലല്ലോ. അഷി ടെൻഷൻ ആവണ്ട. മിക്കവാറും ഇന്നോ നാളെ തന്നെ ഡിസ്ചാർജ് ആവും. പിന്നെന്താ? ശരി ചേച്ചി. എങ്കിൽ ഞാൻ ഇറങ്ങട്ടെ. ഞാൻ എത്തിയാൽ ഉടനെ പൃഥ്വി ഇങ്ങോട്ട് അയക്കാം. ശരി. ആരായിരിക്കും വിളിച്ചത്? അത് എക്സോ മെയിനോന്റെ ആൾക്കാരോ ആയിരിക്കും. അവനെ ഒന്ന് നിരീക്ഷിക്കാൻ കിരണിനെ വിളിച്ചു പറയാം. ഹലോ കിരൺ, ഞാൻ പൃഥ്വിയുടെ ഒരു കാര്യം പറയാനാ വിളിച്ചത്. കിരൺ ഉറങ്ങിയായിരുന്നോ? ഇല്ല ദുർഗെ. എന്തു പറ്റി? ടെൻഷനാണോ? ഞാനിവിടെ ഹോസ്പിറ്റലിൽ തിരിച്ചു വന്നു ദുർഗെ. ഏ, ഞാൻ ഓരോന്നൊക്കെ ആലോചിച്ച് കിടന്ന് ചെറുതായി ഉറങ്ങിപ്പോയപ്പോ അമ്മയെ സ്വപ്നം കണ്ടു. ശരിക്കും കണ്ടു. ഇപ്പൊ നീ ചെല്ല്, അച്ഛൻ്റെ അടുത്തേക്ക് വേഗം ചെല്ല്. ഞാനിവിടെ വരുമ്പോ ഇവിടെ ആരുമില്ല. ഞാൻ പുറത്തു വന്നിരുന്നപ്പോ നേഴ്സ് എന്നെ വിളിച്ചു. ഞാൻ അകത്ത് കയറി അച്ഛനെ കണ്ടു. അവിടെ വേറെ ആരും ഇല്ലായിരുന്നോ? ഇല്ല. പൃഥ്വി എവിടെ പോയി? അറിയില്ല. നമ്മൾ അവിടെ നിൽക്കുമ്പോ പൃഥ്വിക്ക് തുടരെ തുടരെ കോൾസ് വരുന്നുണ്ടായിരുന്നു. അക്കാര്യം ഓർത്തിട്ടാ ഞാൻ കിരണിനെ വിളിച്ചത്. ഇനി എക്സോ മെയിനോന്റെ ആൾക്കാരോ ആയിരിക്കോ പൃഥ്വിയെ വിളിച്ചത്? അറിയില്ല. പൃഥ്വി എന്നെ കാണാതിരിക്കാൻ ശ്രദ്ധിച്ചാ ഞാൻ ഇവിടേക്ക് വന്നത്. പക്ഷേ അവനെ ഞാൻ ഇവിടെ എങ്ങും കണ്ടില്ല. ഇനി പൃഥ്വി പുറത്തേക്ക് പോയതായിരിക്കോ? അവൻ വരുന്നുണ്ട് ദുർഗെ. ഞാൻ അവൻ കാണാതെ ഇവിടുന്ന് പുറത്തിറങ്ങട്ടെ. നമുക്ക് പിന്നീട് സംസാരിക്കാം. ശരി. നമ്മൾ ഉണ്ടാക്കിക്കൊണ്ട് ചെല്ലുന്ന ബ്രേക്ക്ഫാസ്റ്റ് അവർക്ക് ഇഷ്ടാവോ? അതൊക്കെ ഇഷ്ടാവും. പക്ഷെ നമ്മൾ എന്തുണ്ടാക്കും? നാത്തൂൻ അഷിയെ വിളിച്ചെന്ന് ചോദിക്കും. എന്തായിരിക്കും അവർക്ക് ഇഷ്ടമെന്ന് അഷിക്ക് അറിയായിരിക്കുമല്ലോ. എന്താ രണ്ടുപേരും കൂടി ഒരു ചർച്ച? ഇരിക്കെ. ഹോസ്പിറ്റലിലേക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുപോയാലോന്ന് ഓർക്കുമായിരുന്നു. നിങ്ങൾ എന്ത് മണ്ടത്തരാ പറയുന്നത്? ICUവിൽ കിടക്കുന്ന ആൾക്ക് നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊടുക്കുന്ന ഭക്ഷണമൊന്നും കൊടുക്കില്ല. അല്ല, മഹാദേവനെ എല്ലാവരെയും കയറ്റി കാണിക്കുന്നില്ലെന്നല്ലേ പറഞ്ഞത്? അപ്പൊ പിന്നെ ഭക്ഷണം കൊണ്ടുപോയിട്ട് ഒരു കാര്യമില്ല. അത് ശരിയാണല്ലോ നാത്തൂനെ. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? തൽക്കാലം വസുമതി ചന്ദ്രമതി ഒന്ന് വിളിക്കേ, എന്നിട്ട് അവരെ പറഞ്ഞൊന്ന് ആശ്വസിപ്പിക്കേ. അതെ, ഇത്രയൊക്കെ പ്രശ്നം ഉണ്ടായിട്ടും നമ്മളെ ഭാഗത്തുനിന്ന് വിളിച്ചില്ലെങ്കിൽ അത് മോശമല്ലേ? ചന്ദ്രമതി വിളിക്കണോ? അവരല്ലേ മഹാദേവന്റെ ഭാര്യ. അപ്പൊ അവരെ വേണം വിളിക്കാൻ. ആ സ്ത്രീയെ വിളിക്കാൻ എനിക്ക് പറ്റില്ല. അല്ലെങ്കിൽ തന്നെ
അവർക്ക് നമ്മളോട് യാതൊരു താല്പര്യവും ഇല്ല. വിളിച്ചാ പിന്നെ വായിലിരിക്കുന്ന മുഴുവൻ ഞാൻ കേൾക്കേണ്ടി വരും. നാത്തൂൻ പറഞ്ഞ ശരിയാ. അവർക്ക് ആദ്യം മുതലേ നമ്മളെയും ഈ ബന്ധമൊന്നും താല്പര്യമില്ലായിരുന്നു. ഇനി ഈ പ്രശ്നത്തിനിടയിൽ വിളിക്കാതിരിക്കുന്ന തന്നെയാ നല്ലത്. ഹും. കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ അഷി പറഞ്ഞറിയുന്നുണ്ടല്ലോ, അത് മതി. അല്ല, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാ രണ്ടുപേർക്ക് മടിയാണല്ലോ. അതിന് ഞാൻ തന്നെ വിളിക്കുന്ന എന്തിനാ? ദേവേട്ടൻ വിളിച്ചാലും മതി. സഹദേവനെയോ പൃഥ്വിയെയോ, അല്ലെങ്കിൽ പൂർണ്ണിമയെ വിളിച്ച് കാര്യങ്ങൾ തിരക്ക്. ആ നാത്തൂൻ വാ, നമുക്ക് അപ്പുറത്തേക്ക് പോവാം. ആ വസുമതി പറഞ്ഞാലും കാര്യമുണ്ട്. നീ പൃഥ്വിയെ വിളിച്ച് ഇടയ്ക്ക് കാര്യങ്ങളൊന്ന് തിരക്ക്. വിളിക്കാമേ. ആ. ചേച്ചി ചേച്ചി ഹോസ്പിറ്റലിലേക്കാണോ? ആ അതെ. എന്താ അഷി? ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യോ, ഞാൻ റെഡിയായി പെട്ടെന്ന് വരാം. വേണ്ട മോളെ, നീ വെറുതെ ബുദ്ധിമുട്ടണ്ട. എനിക്ക് എന്ത് ബുദ്ധിമുട്ട്? ചേച്ചിയും പൃഥ്വിയും പോലെ തന്നെയല്ലേ ഞാനും. അച്ഛന്റെ കാര്യങ്ങൾ തിരക്കേണ്ടത് എന്റെ കൂടെ ഉത്തരവാദിത്വമല്ലേ? മോളിങ്ങനൊക്കെ ചിന്തിച്ചല്ലോ, അത് തന്നെ വലിയ കാര്യമാ. ആ പിന്നെ ഞാനിപ്പോ അവിടെ ചെന്നാലുടനെ പൃഥ്വി ഇങ്ങോട്ട് വിടും. അപ്പോ മോൾ അങ്ങോട്ട് വന്നാൽ ശരിയാവില്ല. പൃഥ്വിയുടെ വരുമ്പോ അഷി ഇവിടെ വേണ്ടേ മോളെ? എനിക്ക് അച്ഛനെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. ചെറിയച്ഛന് കുഴപ്പമൊന്നുമില്ലല്ലോ. അഷി ടെൻഷൻ ആവണ്ട. മിക്കവാറും ഇന്നോ നാളെ തന്നെ ഡിസ്ചാർജ് ആവും. പിന്നെന്താ? ശരി ചേച്ചി. എങ്കിൽ ഞാൻ ഇറങ്ങട്ടെ. ഞാൻ എത്തിയാലുടനെ പൃഥ്വി ഇങ്ങോട്ട് അയക്കാം. ശരി. സിസ്റ്റർ, എന്താ നോക്കുന്നേ? ICUലെ പേഷ്യന്റ് മഹാദേവൻ സാറിന്റെ മകൻ ഇവിടെ ഉണ്ടായിരുന്നു. മെഡിസിന് പ്രിസ്ക്രിപ്ഷൻ കൊടുക്കാനാ. ഞാനാ മഹാദേവന്റെ മകൻ. ആണോ? സോറി, ഇന്നലെ രാത്രി സാറിന്റെ ചേട്ടനായിരുന്നു ഇരുന്നേ. അതാ ഞാൻ അങ്ങനെ പറഞ്ഞേ. ചേട്ടൻ? ഇന്നലെ രാത്രിയോ? മഹാദേവൻ സാറിന്റെ മോനല്ലേ? അതെ. സാർ കണ്ണു തുറന്നു. മോനെ കാണണം എന്ന് പറഞ്ഞു. അകത്തേക്ക് ചെന്നോളൂ. എന്നെയോ? അതെ, സാർ പോയി കണ്ടോളൂ. രാത്രി ഞാൻ തന്നെയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. പിന്നെ എനിക്ക് ചേട്ടനില്ല. അപ്പൊ ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നത് ആരാ? അയാള് മഹാദേവൻ സാറിനെ കണ്ട് സംസാരിക്കുകയും ചെയ്തു. ആ, ചിലപ്പോ സാറിന്റെ കസിൻ ആയിരിക്കാം. ഹേയ്, ദേ, ഈ മരുന്നിലൊന്ന് വാങ്ങിച്ചു തരണം. ശരി. അല്ല, ഞാനല്ലാതെ ആരാ ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നത്? ആരാ അച്ഛനെ കയറി കണ്ടത്?